ഈ വരുന്ന ബുധനാഴ്ച 17-ാം തീയതി നമുക്ക് തിരുവനന്തപുരം കഴക്കൂട്ടം വരെ നമുക്ക് ഡെലിവറി ഇൻവെസ്റ്റ് നടുമ്പോൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ലാൻഡ്സ്കേപ്പിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സജസ്റ്റ് ചെയ്യുന്ന കൊണ്ടുപോയി വെക്കുന്ന ഒരു പ്ലാന്റാണ് ഈ ടെർമിനേലിയ എന്ന് പറയുന്നത്. ഏകദേശം 500ഓളം പ്ലാന്റ് വെറും 850 രൂപയുടെ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ഒരു കസ്റ്റമർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കല്ലുകെട്ടിമാവ് സ്റ്റോക്ക് വന്നോ, വരുമ്പോഴൊന്നും കിട്ടാറില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ തെങ്ങിലാണെങ്കിൽ നിങ്ങൾക്കറിയാം നമുക്ക് ഒത്തിരി വെറൈറ്റി തെങ്ങുകളുണ്ട്. അബിയ ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാംഗോസ്റ്റിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിന്ന് പറയുന്നത്. പിന്നെ കൂടാതെ തന്നെ നമ്മുടെ കുറച്ച് പുതിയ സ്റ്റോക്ക് പ്ലാന്റ്സുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമ്മൾ അതിൻ്റെ വിലയും അതേപോലെ തന്നെ അതിൻ്റെ സൈസും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. കൂടാതെ തന്നെ 17-ാം തീയതി അതായത് മറ്റന്നാൾ നമുക്ക് നമ്മുടെ വണ്ടി തിരുവനന്തപുരം വരെ പോകുന്നുണ്ട്. അപ്പോൾ പ്ലാന്റ്സ് വേണ്ടിയവർ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. ഏകദേശം ലോഡ് ഫുള്ളായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യക്കാർക്ക് വേണ്ടിയവർക്കൊക്കെ നമുക്ക് മിനിമം 2500 രൂപയുടെ ചെടി എടുക്കുമ്പോൾ നമ്മൾ ഹൈവേ ഡെലിവറി കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ബൾക്ക് പർച്ചേസ് ചെയ്യുന്നവർക്ക് നമുക്ക് വീട്ടിലേക്ക് തന്നെ ഡെലിവറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റൂട്ട് വരുന്നത് ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം, കഴക്കൂട്ടം വരെ, കഴക്കൂട്ടം എഞ്ചിനീയറിംഗ് കോളേജ് വരെയാണ് നമ്മുടെ ലാസ്റ്റ് പോയിന്റ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ NH66 നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഹൈവേയിൽ നമുക്ക് ഡെലിവറി തരാൻ പറ്റുന്നതാണ്. പിന്നെ കൂടാതെ തന്നെ ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ ലോഡ് ഇല്ലെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ റമദാനിൽ ഒരു ലോഡാണ് ഇറക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. മറ്റത് നമുക്ക് എല്ലാ ആഴ്ചയും നമ്മുടെ ഫ്ലവറിങ്ങിൻ്റെ പ്ലാന്റ്സ് ലോഡ് വരലുള്ളതാണ് ഇവിടെ. അപ്പോൾ ഉടൻ തന്നെ നമ്മുടെ സ്റ്റോക്ക് ഉടൻ തന്നെ വരുന്നതാണ്. അത് നമ്മുടെ ചാനൽ തന്നെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ നമുക്ക് നമ്മുടെ ലാൻഡ്സ്കേപ്പിംഗ് പ്ലാന്റ്സും അതേപോലെ തന്നെ ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റുകളാണ് ഇപ്പോൾ അത്യാവശ്യം ലോഡ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ മിനിയാന്നൊക്കെ ആയിട്ട് ഒത്തിരി ലോഡ് വന്നിട്ടുണ്ട്. ഇനി അടുത്ത ആഴ്ച നമ്മുടെ ഗാർഡൻ പ്ലാന്റ്സിൻ്റെ വലിയ സൈസ് പ്ലാന്റുകളൊക്കെ ഒരുപാട് ലോഡ് വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് മംഗോസ്റ്റിനെ പറ്റിയിട്ട് തന്നെ ഒരു വ്യക്തമായിട്ടുള്ളൊരു വിവരണം തന്നെ നിങ്ങൾക്ക് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ഇന്നത്തെ ഒരു മംഗോസ്റ്റിൻ്റെ പറ്റി പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ ആലപ്പുഴയിലോട്ട് എനിക്ക് തോന്നുന്നു ഒരു 5 മാസം മുമ്പേ ഒരു 7 to 8 years ആയിട്ടുള്ള ഒരു 7 മുതൽ 8 വർഷമായിട്ടുള്ള ബിഗ് സൈസ് കാഴ്ച കഴിഞ്ഞ പ്ലാന്റ് നമ്മൾ ആലപ്പുഴയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു കസ്റ്റമറിന്. അതിന് മുമ്പ് ആ കസ്റ്റമർ നമ്മളതിൽ നിന്ന് ഒരുപാട് സാധനം മേടിച്ചിട്ടുള്ള ഒരു ക്ലയൻ്റാണ്. നമ്മൾ ആ കൊടുത്ത സാധനം അവിടെ കൊണ്ടുപോയി പുള്ളി ഒരു 4-5 മാസം കഴിഞ്ഞപ്പോൾ ഈ മംഗോസ്റ്റിൻ്റെ ഈ തടിയിൽ എന്താ ഉണ്ടായിരിക്കുന്നത് വെച്ചാൽ അതിൻ്റെ ഫോട്ടോ ഇതിൽ ആഡ് ചെയ്യുക. ഈ തടി ചെറിയൊരു വിള്ളൽ വന്നിട്ടുണ്ട്. അതായത് ഇതിൻ്റെ തൊലിയിൽ ചെറിയൊരു വിള്ളൽ പോലെ വന്നിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അറിയുന്നവർക്കറിയാം. നമ്മുടെ മാവായിക്കോട്ടെ, പ്ലാവ് ആയിക്കോട്ടെ, ഏതൊരു പ്ലാന്റ് ആയിക്കോട്ടെ, അതിൻ്റെ തടിയിൽ സ്വാഭാവികമായിട്ട് ഈ തൊലിക്ക് ചില വിള്ളൽ വരും. ഈ കൂടുതൽ വരുന്നത് ഈ മഴക്കാല കാര്യങ്ങളിലാണ് അത് വരിക. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ കോപ്പറോക്സി ക്ലോറൈഡ്, ഫൈട്രാൻ്റെ കമ്പനിയുടെ കോപ്പറോക്സി ക്ലോറൈഡ് ആയാലും ഏത് കമ്പനിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് മേടിക്കുക. അതും അതേപോലെ തന്നെ സാഫും കൂടെ മിക്സ് ചെയ്ത് വെള്ളത്തിൽ മിക്സ് ചെയ്ത് പെയിൻറ്റ് രൂപത്തിലാക്കിയിട്ട് നന്നായിട്ട് ഇതേപോലെ തടിയിൽ അടിച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഇതേപോലത്തെ വിള്ളലും കാര്യങ്ങളൊക്കെ നന്നായിട്ട് മാറിക്കിട്ടും. അതാണ് അതിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞത്. അത് സ്വാഭാവികമാണ്, ഒരുവിധം എല്ലാ ഫ്രൂട്ട്സ് മരങ്ങൾക്കും അത് വരും. പിന്നെ പുള്ളി പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ പുള്ളി അതേപോലെ ഈ ഒരു ഫോട്ടോ എടുത്തിട്ട് വേറൊരു നഴ്സറിക്കാരനെ അയച്ചു കൊടുത്തിരിക്കുകയാണ്. അതായത് ആലപ്പുഴയിൽ എവിടെയായിട്ടുള്ള ഒരു നഴ്സറിക്കാരനെ അയച്ചു കൊടുത്തിട്ട് ഇത് പുള്ളിനെ പറഞ്ഞിരിക്കുക എന്താ വെച്ചാൽ നമ്മൾ ഈ ചെടി കൊടുത്ത് പറ്റിച്ചിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. ഒരിക്കലും അല്ല. എനിക്ക് ആ കസ്റ്റമറിനോട് പറയാനുള്ളത് അത് സ്വാഭാവികം. കാരണം പുള്ളി പറഞ്ഞിട്ടുള്ളത് കംപ്ലീറ്റ് അതിൻ്റെ തടി ഉണങ്ങിപ്പോയ ഒരു സാധനം എങ്ങനെയാണ് മേലെ കംപ്ലീറ്റ് ആയിട്ട് ലീഫ് ഉണ്ടാവുക ഞാൻ ചോദിക്കുന്നത്. അടിയിൽ ഉണങ്ങിയ സാധനം ഒരിക്കലും മേലെ ലീഫ് ഇത്രയും പച്ചപ്പായിട്ട് ലീഫ് നിൽക്കില്ല. പിന്നെ മംഗോസ്റ്റിൻ നടുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഡയറക്റ്റ് കൊണ്ടുപോയിട്ട് നല്ല സൺലൈറ്റിൽ വെക്കരുത്. കാരണം പല നഴ്സറികളിലും മംഗോസ്റ്റിന് ചിലപ്പോൾ തണലത്തിരിക്കുന്ന ചെടികളുണ്ടാവാം, ചിലപ്പോൾ വെയിലത്തിരിക്കുന്ന ചെടികൾ. പക്ഷേ നല്ല വെയിലത്തിരുന്ന് കുറേ കാലം ഇരുന്ന ചെടികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് വെയിലത്തോട്ട് കൊണ്ടുപോയിട്ട് നമുക്കത് പ്ലാന്റ് ചെയ്യാം, അതിനൊരു പ്രശ്നമില്ല. നമ്മൾ ഈ തണലത്തിരിക്കുന്ന ചെടി കൊണ്ടുപോയിട്ട് നമ്മൾ വെയിലത്തോട്ട് പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഇല കരിച്ചിട്ട് നന്നായിട്ട് വരും, ചെടി നന്നായിട്ട് ഉണങ്ങി പോകാൻ ചാൻസ് കൂടുതലാണ്. അതേപോലെ തന്നെ നമ്മുടെ മംഗോസ്റ്റിൻ നടുമ്പോൾ നമുക്ക് ഏകദേശം 70% നമുക്ക് തണൽ വേണം. ഫസ്റ്റത്തെ ഒരു വർഷം വരെ 70% തണൽ വേണം. അപ്പോൾ നിങ്ങൾ അതിന് പരിഹാരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മളൊരു പ്ലാന്റ് ഇപ്പോൾ ഇതിപ്പോൾ ഒരു 3.5-4 വർഷമായിട്ടുള്ള പ്ലാന്റാണിത്. 21 കവർ സൈസിലിരിക്കുന്ന ഒരു 7-8 സ്റ്റെപ്പുള്ള വലിയ പ്ലാന്റ്, ഒരു 6 അടി 7 അടിയൊക്കെയുള്ള പ്ലാന്റുകളാണ്.
അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾ പ്ലാന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറ്റുന്നവർ തണലത്തോട്ട് പ്ലാന്റ് ചെയ്യുക, അല്ല എങ്കിൽ അതിൻ്റെ മേലെ ഒരു 75% ഗ്രീൻ നെറ്റോ അല്ലെങ്കിൽ വല്ല ഷെയ്ഡോ കൊടുത്തിട്ട് അത് കവർ ചെയ്യുക. അപ്പോൾ അത് വേരൊക്കെ പിടിച്ചൊരു 6-7 മാസം കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് റിമൂവ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് വളർന്നോളൂ. അല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ചെടി കരിഞ്ഞു പോകും, 100% ഉറപ്പാണ്. ഇപ്പോൾ ഈ ഒരു ചെടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെയിൽ കൊണ്ടിരിക്കുന്ന ചെടിയാണ്. ഈ വെയിൽ കൊണ്ടിരിക്കുന്ന ചെടി നിങ്ങൾ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇതിന് ഏകദേശം ഒരു 70% വെയിൽ താങ്ങാനുള്ള ശേഷിയുണ്ട് ഈ ഒരു ചെടിക്ക്. കാരണം നല്ല വെയിലത്താണ് ഇരിക്കുന്നത്, നിങ്ങൾക്ക് കാണാം. എൻ്റെ പുറകിലിരിക്കുന്ന മെങ്കോസ്റ്റിനെല്ലാം നല്ല വെയിലത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് ഓൾറെഡി ഇത് വെയിൽ കൊണ്ടുവരുന്ന ചെടി ആയതുകൊണ്ട് നിങ്ങൾ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ഒരു 70% വെയിൽ ഇതിന് താങ്ങാനുള്ള കൽപ്പ്, ഒരു ശേഷി ഈ ഒരു ചെടിക്കുണ്ട്. അപ്പോൾ മംഗോസ്റ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വാണിജ്യാടിസ്ഥാനത്തിൽ കൊമേഴ്ഷ്യലായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഫ്രൂട്ടാണ് ഈ മംഗോസ്റ്റീൻ എന്ന് പറയുന്നത്. അതായത് പഴങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന ഒരു ഫ്രൂട്ടാണ് ഈ മംഗോസ്റ്റീൻ. ഗാർഷീനിയ ഫാമിലിപ്പെട്ട, ശരിക്കും ഇതിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ ഗാർഷീനിയ മംഗോസ്റ്റാന എന്നതിൻ്റെ പേര്. അപ്പോൾ കൂടുതലും ഈ ഫ്രൂട്ട് കണ്ടുവരുന്നത് നമ്മുടെ ഏഷ്യൻ രാജ്യങ്ങളിലാണ്, ഏഷ്യൻ കൺട്രീസിലാണ് കൂടുതൽ ഇത് കൊമേഴ്ഷ്യലായിട്ട് കാണപ്പെടുന്നത്. ഇതിൻ്റെ ഉത്ഭവം തന്നെ ശരിക്ക് നമ്മുടെ ഇന്തോനേഷ്യയിലാണ് ഇതിൻ്റെ ഉത്ഭവം. അപ്പോൾ ഈ ഒരു ഫ്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കൊമേഴ്ഷ്യലായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുമാനം കിട്ടാവുന്ന ഒരു ഫ്രൂട്ടാണ്. 200 മുതൽ 300 വരെ കിലോന് റേറ്റ് വരുന്ന ഒരു ഫ്രൂട്ടാണ് ഈ മംഗോസ്റ്റീൻ എന്ന് പറയുന്നത്. ഗാർഷീനിയ ഫാമിലിയിൽ ഒത്തിരി ഫ്രൂട്ട്സുകൾ, കൊടപ്പുളി, അതേപോലെ തന്നെ മംഗോസ്റ്റീൻ, അങ്ങനെ ഒത്തിരി ഫ്രൂട്ട്സുകളുണ്ട് ഗാർഷീനിയ ഫാമിലിയിൽ. അപ്പോൾ അതിലേറ്റവും നല്ലൊരു ഫ്രൂട്ടായിട്ട് നമുക്ക് മംഗോസ്റ്റീൻ തിരഞ്ഞെടുക്കുക. സീഡ് മുളപ്പിച്ച തൈകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 6 മുതൽ 8 വർഷം വരെയാണ് അതിൻ്റെ കായ്ക്കാനുള്ള ടെൻഡൻസി. അതായത് ഏകദേശം ഒരു 6 മുതൽ 8 വർഷം വരെ എടുക്കും അത് കായ്ക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഗ്രാഫ്റ്റിംഗ് പ്ലാന്റ് കഴിയുന്നതും നിങ്ങൾ ഗ്രാഫ്റ്റിംഗ് പ്ലാന്റ് മംഗോസ്റ്റീന് വെക്കാണ്ടിരിക്കുക. അത് നമുക്ക് ഫലപ്രദമല്ല. ഒരു കുറച്ച് വളരെ തുച്ഛം കായ മാത്രമാണ് അതിന് കിട്ടുക. പക്ഷേ ചെടിക്ക് അത്യാവശ്യം നല്ല ഗ്രോത്ത് ഇല്ല. കൊമേഴ്ഷ്യലായിട്ട് ചെയ്യുന്നവരാണെങ്കിലും അത്യാവശ്യം നല്ല ഫ്രൂട്ട്സ് കിട്ടണമെന്ന് വെച്ച് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സീഡ്ലിംഗ് തന്നെ വെക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഒരുവിധ നഴ്സറികളിലും നിങ്ങൾക്കറിയാം ഈ മംഗോസ്റ്റിൻ്റെ പല സൈസും അവൈലബിളാണ്. ഇപ്പോൾ നമ്മുടെ നഴ്സറിയിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ ഒരു എനിക്ക് തോന്നുന്നു 8 വർഷം കാഴ്ച കഴിഞ്ഞത്, 8 വർഷം 9 വർഷം 10 വർഷമായ പ്ലാന്റുകളൊക്കെ നമ്മുടെ നഴ്സറിയിൽ ഇഷ്ടം പോലെ അവൈലബിളാണ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജൊക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നമ്മൾ വലിയ ലാർജ് സൈസ് പ്ലാന്റുകളൊക്കെ ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അത് ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. മേടിക്കുമ്പോൾ ഏറ്റവും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ നിങ്ങൾ നോക്കി മേടിക്കുക. പിന്നെ കൂടാതെ തന്നെ നമുക്ക് റംബുട്ടാനൊക്കെ പോലെ ഒരു പ്ലാന്റ് സ്ഥലമുള്ളവരാണെങ്കിൽ മാക്സിമം ഒരു പ്ലാന്റ് നിങ്ങൾക്ക് വീടുകളിൽ വെക്കാം. ഈ മംഗോസ്റ്റിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്, കഴിയുന്നത് ഡ്രമ്മിൽ നടാണ്ടിരിക്കുക. കാരണം 7 മീറ്റർ മുതൽ ഏകദേശം 25 മീറ്ററോളം പൊക്കം പോകും ഈ പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതാണ് ഇതിൻ്റെ ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഡിപ്പെൻസ് നമ്മുടെ ക്ലൈമറ്റ് അനുസരിച്ചിട്ടാണ്. അപ്പോൾ ആവറേജ് 7 മീറ്റർ മുതൽ 25 മീറ്ററോളം ടോളായിട്ട് പോകുന്ന അത്യാവശ്യം നല്ലൊരു ഏരിയ വേണ്ട ഒരു ഫ്രൂട്ടാണ് ഈ മംഗോസ്റ്റീൻ, പഴങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന മംഗോസ്റ്റീൻ എന്ന് പറയുന്ന ഫ്രൂട്ട്. മംഗോസ്റ്റീൻ നടുമ്പോൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഇത് നടുമ്പോൾ നമ്മുടെ കവർ കട്ട് ചെയ്യുക. ഏകദേശം ഒരു 1.5 അടി 2 അടിയോളം കുഴിയെടുത്ത് അതിൽ നമ്മൾ ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക്, കുറച്ച് എല്ലുപൊടി, ഒരു 200 ഗ്രാം വേപ്പിൻ പിണ്ണാക്കും 200 ഗ്രാം എല്ലുപൊടി, അതേപോലെ തന്നെ ഒരു 1.5-2 കിലോ ചാണകപ്പൊടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ആ കുഴി നിറയ്ക്കുക. കുഴി നിറച്ചതിന് ശേഷം ഒരു ലെയർ നമ്മൾ മണ്ണിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ കവർ കട്ട് ചെയ്തിട്ട് ചെടി അതിലോട്ട് പ്ലേസ് ചെയ്യാം. ഈ നമ്മൾ കവർ കട്ട് ചെയ്തിട്ട് ചെടി അങ്ങോട്ട് വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ ഈ മണ്ണ് ഇളകാൻ പാടില്ല. ഈ മണ്ണ് ഇളകിക്കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ മണ്ണ് ഇളകിയിട്ടാണ് കൂടുതൽ ഇതിൻ്റെ വേരിന് ക്ഷത സംഭവിക്കുമ്പോഴാണ് ഈ പ്ലാന്റ് കൂടുതൽ വാടാൻ ചാൻസ് കൂടുതലുള്ളത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ നാളെ പ്ലാന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ന് ഫുള്ളായിട്ട് നമ്മുടെ ഈ ഒരു ഗ്രോ ബാഗ് നനക്കാതെ, ഈ ചെടി നനക്കാതെ നല്ല മണ്ണ് നല്ല ഡ്രൈ ആയിട്ട് വെക്കുക. എന്നിട്ട് മാത്രമാണ് ഇത് കവർ കട്ട് ചെയ്തിട്ട് കുഴിയിലോട്ട് വെക്കാൻ പാടുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മാക്സിമം ഷെയ്ഡ് കൊടുക്കാൻ ശ്രമിക്കുക. തണലത്തിരിക്കുന്ന ചെടികളാണ്, കഴിയുന്നതും ഷെയ്ഡ് കൊടുക്കാൻ ശ്രമിക്കുക. ഇപ്പോഴത്തെ ചൂട് നിങ്ങൾക്കറിയാം, ഒരു 40 ഡിഗ്രിക്ക് മുകളിലാണ് ചൂട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിയുന്നതും നിങ്ങൾ ഷെയ്ഡ് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു വർഷം കഴിയുമ്പോഴത്തേനും നല്ല ഗ്രോത്ത് നിങ്ങൾക്ക് മാംഗോസ്റ്റിന് കിട്ടും. പിന്നെ നട്ടിട്ട് ഒരു 2 മാസം കഴിഞ്ഞ് 3-ാം മാസം മുതൽ നമ്മൾ കുറച്ച് കടലപ്പിണ്ണാക്കും, അതേപോലെ പച്ച ചാണകം പുളിപ്പിച്ച് അതിൻ്റെ തെളി എടുത്തിട്ട് നിങ്ങൾ കടയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് നല്ലൊരു റിസൾട്ടാണ് ഈ മംഗോസ്റ്റിൻ്റെ വളർച്ചയ്ക്കും, അതേപോലെ തന്നെ ഇതിന് നല്ലൊരു പുഷ്ടിയാവാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു റിസൾട്ടുള്ള ഒരു വളമാണ് പച്ച ചാണകവും അതേപോലെ തന്നെ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചൊഴിക്കൽ.
അപ്പോൾ അതിൻ്റെ റേഷ്യോയും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നത് ഏകദേശം വലിയൊരു റേഷ്യോയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 25 കിലോ പച്ചച്ചാണകത്തിന് 5 കിലോ കടലപ്പിണ്ണാക്ക് എന്നുള്ള റേഷ്യോയിൽ എടുക്കുക. അത് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് കൊണ്ടുവരാം, ആ റേഷ്യോ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ ആ ഒരു റേഷ്യോ കണക്കാക്കിയിട്ട് അതിൽ നിന്ന് നമ്മൾ അത് പുളിപ്പിക്കാൻ വെച്ച്, അപ്പോൾ നമ്മൾ ഇത് പുളിപ്പിച്ചതിന് ശേഷം ഈ പുളിപ്പിച്ച സ്ലറി നമ്മൾ 1 ലിറ്റർ എടുത്തിട്ട് 5 ലിറ്റർ അതിൽ വെള്ളം ആഡ് ചെയ്തിട്ട് വേണം നമ്മുടെ ഈ ചെടിക്ക് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മംഗോസ്റ്റിന് മാത്രമല്ല നിങ്ങൾക്ക് എല്ലാ പ്ലാന്റ്സിനും നല്ല റിസൾട്ടാണ് കൊടുക്കുക. കാരണം നമ്മളിവിടെ മാസത്തിൽ ഒരു 2 പ്രാവശ്യം നമ്മളെല്ലാ ചെടികൾക്കും നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പല രൂപത്തിൽ പല ആളുകൾ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ ചെയ്യുന്ന ഒരു രൂപമാണ് നിങ്ങൾക്ക് പറഞ്ഞത്. അതുകൊണ്ടാണ് നല്ല സ്റ്റെമ്മെല്ലാം നല്ല തിക്നെസ്സോട് കൂടി നല്ല ഗ്രോത്ത് കണ്ടത്. നമ്മുടെ മാവുകളൊക്കെ നിങ്ങൾക്ക് അറിയാം, നല്ല ഗ്രോത്തോട് കൂടിയിട്ടാണ് ഓരോ പ്ലാന്റ്സും ഇവിടെ നിൽക്കുന്നത്. അത് നമ്മളൊരു മാസത്തിൽ ഒരു 2 പ്രാവശ്യമോ ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഈ സ്റ്റോക്ക് കണ്ടിട്ട് നിങ്ങൾ എന്താണെന്ന് വിചാരിക്കേണ്ട, ഏകദേശം 500ഓളം പ്ലാന്റ് വെറും 850 രൂപയുടെ നമ്മളിവിടെ കൊടുക്കുന്ന 20 കവർ സൈസിലിരിക്കുന്ന നിങ്ങൾക്കറിയാം 6 അടി 7 അടി പൊക്കമുള്ള വലിയ പ്ലാന്റുകൾ, അടുത്ത വർഷം കായ്ക്കാൻ ചാൻസ് കൂടുതലുള്ള വലിയ പ്ലാന്റുകൾ അബിയുവിൻ്റെ പ്ലാന്റാണ് ഇരിക്കുന്നത്. ജെയിൻ്റെ അബിയുവിൻ്റെ പ്ലാന്റാണ്. വെറും 850 രൂപയുടെ പുതിയ സ്റ്റോക്ക് വന്ന പ്ലാന്റുകളാണ്. അതായത് ഈ ഒരു റോ കംപ്ലീറ്റ് ഇവിടെ നിന്ന് തുടങ്ങി അങ്ങോട്ട് പുറകിൽ അതുവരെ നിങ്ങൾക്ക് ഇവിടെ വന്ന് സെലക്ട് ചെയ്തെടുക്കുക. പുതിയ സ്റ്റോക്ക് അബിയുവിൻ്റെ വന്നിട്ടുണ്ട്. 500ഓളം പ്ലാന്റ്സ് ഇപ്പോൾ നമ്മുടെ നഴ്സറിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് 850 രൂപ റേഞ്ച് വരുന്ന 6 അടി 7 അടി പൊക്കമുള്ള വലിയ പ്ലാന്റ്സുകളാണ് ഇരിക്കുന്നത്. ശരിക്ക് മാങ്ങകളിൽ, നമ്മുടെ മാവുകളിൽ ഏറ്റവും നല്ല ഡിമാൻഡുള്ള ഒരു വെറൈറ്റിയാണ് ഈ കല്ലുകെട്ടി മാവ് എന്ന് പറഞ്ഞത് അല്ലേ. പക്ഷേ കല്ലുകെട്ടിയുടെ ചെറിയ സൈസാവും നിങ്ങൾ കൂടുതൽ കണ്ടിട്ടുണ്ടാവും. പക്ഷേ നമുക്കൊരു 4 അടി 5 അടിയോളം പൊക്കമുള്ള വലിയ പ്ലാന്റുകൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ഒരു കസ്റ്റമർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, കല്ലുകെട്ടി മാവ് സ്റ്റോക്ക് വന്നോ, വരുമ്പോഴൊന്നും കിട്ടാറില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. തീർച്ചയായിട്ടും വന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. 850 രൂപയുടെ വലിയ പ്ലാന്റ്, ചെറിയ പ്ലാന്റ് അല്ല, 5 അടിയോളം പൊക്കമുള്ള നിങ്ങൾക്കറിയാം കണ്ട 20 കവർ സൈസ്, ബാക്ക് സൈസ് 20 അത്യാവശ്യം നല്ല ബുഷായിട്ടുള്ള ഒരു 5 അടി പൊക്കമുള്ള 20 കവർ സൈസിലിരിക്കുന്ന 850 രൂപയുടെ കല്ലുകെട്ടി മാവാണ് ഇപ്പോൾ സ്റ്റോക്ക് ഇരിക്കുന്നത്. ലിമിറ്റഡ് ക്വാണ്ടിറ്റി ഉള്ളൂ. ഏകദേശം ഒരു 50 പ്ലാന്റോ 60 പ്ലാന്റോ ഒക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് വന്ന് സെലക്ട് ചെയ്ത് കൊണ്ടുപോകാം. പിന്നെ അതേപോലെ തന്നെ ഒട്ടറുകോണം മാവിൻ്റെ 20 കവർ സൈസ് ഇരിക്കുന്ന ഒരു 500 രൂപ റേഞ്ച് വരുന്ന ഒരു 5 അടി പൊക്കമുള്ള പ്ലാന്റുകൾ നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ സുവർണ്ണരേഖയുടെ 1000 രൂപയുടെ വലിയ പ്ലാന്റുകളുണ്ട്. പിന്നെ കുളമ്പിൻ്റെ വലിയ സൈസ് പ്ലാന്റ് ഇത് കണ്ടില്ലേ, ഒരു 7 അടിയോളം പൊക്കമുള്ള അത്യാവശ്യം നല്ല കടവണ്ണുള്ള ഇതൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അറിയാം, ഇതൊന്ന് കാണിച്ചു കൊടുത്തത് 1000 രൂപയുടെ പ്ലാന്റാണ് ഇരിക്കുന്നത്. ഒരു 7 അടിയോളം പൊക്കമുള്ള നല്ല ബുഷായിട്ടുള്ള വലിയ പ്ലാന്റുകൾ, കുളമ്പിൻ്റെ വലിയ പ്ലാന്റ് 1000 രൂപയുടെ റേഞ്ചുള്ള പ്ലാന്റാണ് ഇരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ചന്ദ്രകാരം മാവിൻ്റെ ഒരു 8 അടിയോളം പൊക്കമുള്ള ഇത്രയും നല്ല കടവണ്ണുള്ള പ്ലാന്റ് ഇത് കണ്ടില്ലേ, ഇത്രയും വലിയ സൈസായിട്ടുള്ള നല്ല ബുഷായിട്ടുള്ള ലാർജ് സൈസ് പ്ലാന്റ്. ഇതൊക്കെ നല്ല ക്വാണ്ടിറ്റി നമുക്കുണ്ട്. 1250 രൂപക്കാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. പിന്നെ 1500ൻ്റെ കുളമ്പ് വേണ്ടിയവർക്ക് ഒരു 8 അടിയോളം പൊക്കമുള്ള ഇതുണ്ടോ വലിയ സൈസ് പ്ലാന്റുകൾ കേട്ടോ. ഇത്രയും വലിയ സൈസാണ്, നല്ല കടവണ്ണമുള്ള വലിയ പ്ലാന്റ്. ട്രെയിൻ ചെയ്തെടുത്ത മാവുകളാണ് കുളമ്പിൻ്റെ. അപ്പോൾ 1000ൻ്റെ ഉണ്ട്, 1500ൻ്റെ ട്രെയിൻ ചെയ്തെടുത്ത മാവുകളുണ്ട്. പിന്നെ കാലാപ്പാടിൻ്റെ 1200ൻ്റെ വലിയ പ്ലാന്റുകളുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കിലോപ്പേരയുടെ സ്വീറ്റ് കഴിയാറായി. ഒത്തിരി ആവശ്യക്കാരുള്ള ഒരു വെറൈറ്റിയാണ് ഈ കിലോപ്പേര സ്വീറ്റ് എന്ന് പറഞ്ഞ വെറൈറ്റി. ഇത് നമുക്ക് 1200ൻ്റെ ഒരു 8 അടി പൊക്കമുള്ള പ്ലാന്റുകളാണ് നമുക്കുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ തായ്ലൻഡ് ചാമ്പയുടെ വൈറ്റ് ഉണ്ട്, അതേപോലെ തന്നെ റെഡ് ഉണ്ട്. ഒരു 6 അടിയൊക്കെ പൊക്കമുള്ള വലിയ പ്ലാന്റുകൾ ഫുള്ള് കായായിട്ടുള്ള 600 രൂപയുടെ 6 അടി 7 അടിയൊക്കെ പൊക്കമുള്ള വലിയ പ്ലാന്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ J33ൻ്റെ മീഡിയം സൈസ് പ്ലാന്റ് ചോദിച്ചിട്ട് ഒരുപാട് പേര് ചോദിച്ചിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം ഒരു 600 പ്ലാന്റോളം നമ്മൾ സ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്കൊരു 250 പ്ലാന്റാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഒരുപാട് ആളുകൾ വന്ന് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ സ്റ്റോക്ക് 250ഓളം പ്ലാന്റ് സ്റ്റോക്ക് ഉണ്ട്. 350 രൂപയാണ്. ഇത് കണ്ടില്ലേ, ഏകദേശം 13 കവർ സൈസിലിരിക്കുന്ന 3 അടിയോളം പൊക്കമുള്ള നല്ല ട്രെയിൻ ചെയ്തെടുത്ത ബുഷായിട്ടുള്ള വലിയ പ്ലാന്റുകളാണ്. ഇതുണ്ട്, ഇതൊക്കെ 350 രൂപയുടെ നല്ല ട്രെയിൻ ചെയ്തെടുത്ത 13 കവറിലിരിക്കുന്ന 350 രൂപയുടെ J33 പ്ലാവിൻ്റെ സുൽത്താൻ എന്നറിയപ്പെടുന്ന 36 ബ്രിക്സ് സ്വീറ്റ് വരുന്ന നിർബന്ധമായിട്ട് നിങ്ങൾ വീടുകളിൽ ഒരെണ്ണം വെക്കാൻ പറ്റുന്ന പ്ലാവാണ് ഈ J33 പ്ലാവ്. ഇഷ്ടം പോലെ സ്റ്റോക്ക് ഉണ്ട്. മുസംബികളിൽ ഞാൻ എപ്പോഴും പറയലുണ്ട്, നിങ്ങൾക്ക് വെക്കാൻ പറ്റിയ നല്ലൊരു മുസംബിയാണ് ബാരിവൺ സ്വീറ്റ്, അതേപോലെ തന്നെ വിയറ്റ്നാം മുസംബി,
ഇന്ത്യൻ മുസംബി, ആഫ്രിക്കൻ യെല്ലോ മൾട്ട മുസംബി. ഈ 4 മുസംബിയാണ് നമ്മുടെ ക്ലൈമാറ്റിൽ, ട്രോപ്പിക്കൽ ക്ലൈമാറ്റിൽ നന്നായിട്ട് കായപിടുത്തമുള്ള നല്ല വെറൈറ്റി മുസംബികളാണ് ഈ 4 മുസംബി. അതിൽ തന്നെ നമുക്ക് ഈ 13 കവർ സൈസിലിരിക്കുന്ന വലിയ സൈസ് പ്ലാന്റുകൾ ഇവിടെ നമ്മുടെ നഴ്സറിയിൽ വന്നവർക്ക് അറിയാം, ഒത്തിരി സ്റ്റോക്ക് നമുക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 100 പ്ലാന്റ് കൂടിയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. 600 രൂപയുടെ ഒരു 4 അടി 5 അടി പൊക്കമുള്ള വിയറ്റ്നാം മുസംബിയുടെ വലിയ പ്ലാന്റ്, നല്ല സൈസായിട്ടുള്ള, കണ്ട ഇതിൻ്റെ കടവണ്ണം കണ്ടില്ലേ നിങ്ങൾ? ഇത്ര നല്ല കടവണ്ണായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് നമ്മൾ കൊടുക്കുന്നത് 600 രൂപയുടെ. ഇതിൻ്റെ തന്നെ 250 രൂപയുടെ പ്ലാന്റ് നമുക്ക് അവൈലബിളാണ്. അപ്പോൾ ഇന്ത്യൻ മുസംബി ആയിക്കോട്ടെ, വിയറ്റ്നാം ആയിക്കോട്ടെ, ബാരിവണ്ണ ആയിക്കോട്ടെ, നമുക്ക് 600ൻ്റെ റേഞ്ച് ഉള്ളതുണ്ട്, 250ൻ്റെ നല്ലൊരു സ്റ്റോക്ക് നമ്മുടെ നഴ്സറിയിൽ അവൈലബിൾ ആണ്. പിന്നെ കൂടാതെ തന്നെ കാട്ടിമൂണൊക്കെ ഇത് കണ്ടില്ലേ, കാട്ടിമൂണ്ടൊക്കെ ഫുൾ ഫ്ലവർ ചെയ്തിട്ടുള്ള വലിയ സൈസ്, ഒരു 6 അടി 7 അടി പൊക്കമുള്ള നല്ല കടവണ്ണമുള്ള വലിയ പ്ലാന്റ് 850 രൂപ റേഞ്ച് വരുന്ന വലിയ സൈസ് പ്ലാന്റ് കാട്ടിമൂണ്ടത്. അതേപോലെ നാംഡോക്ക്, RT2 600, 1000 അങ്ങനെ പല റേഞ്ചിലുള്ള മാവുകൾ നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. പിന്നെ കൂടാതെ തന്നെ റെഡ് ജാക്കിൻ്റെ വലിയ പ്ലാന്റുകളുണ്ട്. പിന്നെ പ്രത്യേകമായിട്ട് പറയേണ്ടത് എവിആർക്കിൻ്റെ ജംബോ സൈസ് പ്ലാന്റുകൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ, ഒത്തിരി സ്റ്റോക്ക് വന്നിട്ടുണ്ട്. 1200ൻ്റെ ഉണ്ട്, 2000ൻ്റെ ഉണ്ട്, 2000ൻ്റെ ഉണ്ട്, 1200. 2000ൻ്റെ എന്ന് പറയുമ്പോൾ ഒരു 6 അടി 7 അടി പൊക്കമുള്ള എവിആർക്കിൻ്റെ വലിയ പ്ലാന്റുകൾ. പിന്നെ 1200ൻ്റെ എന്ന് പറയുമ്പോൾ ഒരു 5 അടിയോളം പൊക്കമുള്ള, 4 അടി 5 അടി പൊക്കമുള്ള വലിയ പ്ലാന്റുകളുണ്ട്. വിആർക്കിൻ്റെ തന്നെ ഒരു 2.5 3 അടി പൊക്കമുള്ള 3 അടി പൊക്കമുള്ള 450 രൂപയുടെ പ്ലാന്റും നമുക്ക് അബിയാക്കാട്ടിൽ അവൈലബിൾ ആണ്. പിന്നെ അതേപോലെ 200 രൂപയുടെ സിദ്ധു ജാക്ക് വന്നിട്ടുണ്ട്, ഒറിജിനൽ സിദ്ധു ജാക്കാണ്, 200 രൂപയുടെ സിദ്ധു ജാക്ക് ഉണ്ട്. പിന്നെ നങ്കടാക്ക് ഉണ്ട്, കംബോഡിയൻ ഓറഞ്ച്, അങ്ങനെ തുടങ്ങി ഒത്തിരി സ്റ്റോക്ക് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ബനാന മാംഗോൻ്റെ ഇത് കണ്ടോ, വലിയ സൈസ് 1000 രൂപയുടെ ഒരു 7 അടി 8 അടിയോളം, ഇത് കണ്ടില്ലേ 7 അടിയോളം പൊക്കമുള്ള വലിയ പ്ലാന്റ് ബനാന മാംഗോയുടെ 1000 രൂപയുടെ റേഞ്ച് വരുന്നത്. അത്യാവശ്യം നല്ല മുഴുത്ത തൈകളാണ് ഇരിക്കുന്നതൊക്കെ. ഇതൊക്കെ ഒരു 1000 റേഞ്ച് വരുന്ന മാവുകളാണ്. അപ്പോൾ ഇതുപോലെ ഒരുപാട് കാരണം ഫുള്ളായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ വീഡിയോ നല്ല ലെങ്തായി പോകും. അപ്പോൾ നിങ്ങളാരും ബോറടിപ്പിക്കണില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ സാധനത്തിൻ്റെ നമ്മൾ പ്രൈസും കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ തെങ്ങിലാണെങ്കിൽ നിങ്ങൾക്കറിയാം, നമുക്ക് ഒത്തിരി വെറൈറ്റി തെങ്ങുകളുണ്ട്. D*T ഉണ്ട് നമുക്ക്, അതേപോലെ T*D ഉണ്ട്. 250 രൂപക്കാണ് നമ്മൾ D*Tയും T*Dയും നമ്മളിവിടെ കൊടുക്കുന്നത്, 250 രൂപ ഒറിജിനൽ പ്ലാന്റ്. മലേഷ്യൻ കുള്ള നമ്മൾ കൊടുക്കുന്നത് 200 രൂപ, ഗംഗാബോണ്ട നമ്മൾ കൊടുക്കുന്നത് 200 രൂപ റേഞ്ചിലാണ് നമുക്കിവിടെ കൊടുക്കുന്നത്. പിന്നെ അതേപോലെ കുറ്റ്യാടി ആണെങ്കിൽ 150 രൂപക്ക് നമ്മൾ ഒറിജിനൽ കുറ്റ്യാടി കൊടുക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ മലേഷ്യൻ കുള്ളൻ്റെ ലാർജ് സൈസ് ഏകദേശം 2 വർഷമായിട്ടുള്ള പ്ലാന്റ് വേണമെങ്കിൽ 1000 രൂപ റേഞ്ച് വരുന്നത് നമുക്ക് ഫ്രണ്ടിൽ, നമ്മുടെ നഴ്സറിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ചൈനീസ് മുസംബിയാണ് ഈ കാണുന്നത്, ചൈനീസ് മുസംബി. ഇത് നമുക്ക് വരുന്നത് 500 രൂപ റേഞ്ച് വരുന്ന ചൈനീസ് മുസംബിയാണ് ഇരിക്കുന്നത്. നല്ല അത്യാവശ്യം നല്ല ബുഷായിട്ടുള്ള, എനിക്ക് തോന്നുന്നു 18 കവർ സൈസിലിരിക്കുന്ന വലിയ പ്ലാന്റുകളാണ്. ഇതൊക്കെ നമുക്ക് ഇവിടെ കായ്ക്കുന്നതാണ് കേട്ടോ, നന്നായിട്ട് ഇതിലൊക്കെ കൊണ്ടുവരുമ്പോൾ കായ ഉണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും നല്ല ഫുള്ള് പ്രൂൺ ചെയ്തെടുത്ത പ്ലാന്റുകളാണ്. നമ്മുടെ ലാൻഡ്സ്കേപ്പിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സജസ്റ്റ് ചെയ്യുന്ന, കൊണ്ടുപോയി വെക്കുന്ന ഒരു പ്ലാന്റാണ് ഈ ടെർമിനേലിയ എന്ന് പറയുന്നത്. ടെർമിനേലിയുടെ വെരിഗേറ്റഡ് പ്ലാന്റാണ്. നിങ്ങൾക്ക് നമ്മുടെ നഴ്സറിയിൽ വന്നു കഴിഞ്ഞാൽ ഒരു പ്ലാന്റ്, ഏത് പ്ലാന്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഹ്യൂജ് ക്വാണ്ടിറ്റി നിങ്ങൾക്ക് കാണാം. കൂടാതെ നമ്മുടെ ഫാമിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വന്നിട്ട് അവിടെയും നമ്മുടെ സ്റ്റോക്ക് ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. ഇതൊക്കെ നമുക്ക് നമ്മുടെ നഴ്സറിയിൽ ഇപ്പോൾ 100ഓളം പ്ലാന്റ്സ്, ടെർമിനേലിയ വെരിഗേറ്റഡിൻ്റെ ഒരു 8 അടി 9 അടിയുള്ള പ്ലാന്റുകൾ നമുക്ക് 100ഓളം പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. ലാൻഡ്സ്കേപ്പിൻ്റെ മാത്രമായിട്ടൊരു വീഡിയോ, പ്ലാന്റ്സിൻ്റെ മാത്രമായിട്ടൊരു വീഡിയോ ചെയ്യാം. അടുത്ത ആഴ്ചയ്ക്ക് നമുക്ക് ഇതിൻ്റെയും വലിയ സൈസുകൾ, ലാർജ് സൈസുകൾ നമുക്ക് നമ്മുടെ നഴ്സറിയിൽ അവൈലബിൾ വരുന്നുണ്ട്. പിന്നെ കൂടാതെ തന്നെ ടെർമിനേലിയ വെരിഗേറ്റഡ് നമുക്ക് ഒരു 5 അടിയൊക്കെ പൊക്കമുള്ള സൈസ് നമുക്ക് 5000 രൂപ തൊട്ട് നമ്മുടെ നഴ്സറിയിൽ റീറ്റെയിൽ 5000 രൂപ തൊട്ട് തുടങ്ങുന്ന ടെർമിനേലിയ വെരിഗേറ്റഡ് ഒരു 5 അടി പൊക്കമുള്ള 4 അടി സ്റ്റെപ്പൊക്കെ ഉള്ള വലിയ പ്ലാന്റുകൾ നമുക്ക് വരുന്നുണ്ട്. 5000, അതേപോലെ തന്നെ 7000, അങ്ങനെ പല റേഞ്ചിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ വീഡിയോയിൽ എല്ലാത്തിൻ്റെയും റേറ്റും കാര്യങ്ങളും എല്ലാം വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ വരുന്ന ബുധനാഴ്ച 17-ാം തീയതി നമുക്ക് തിരുവനന്തപുരം കഴക്കൂട്ടം വരെ നമുക്ക് ഡെലിവറി ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്ന് തന്നെ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. തീർച്ചയായിട്ടും നമ്മുടെ ഫോൺ നമ്പറും കാര്യങ്ങളെല്ലാം, ലൊക്കേഷനും കാര്യങ്ങളെല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ കൂടാതെ തന്നെ നമ്മുടെ ബ്രോഡ്കാസ്റ്റ് ചാനൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ അബിയ ഗാർഡനിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണ്ടിയിട്ട് തീർച്ചയായും വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. നമ്മുടെ എല്ലാ പ്ലാന്റ്സിൻ്റെയും, ലാൻഡ്സ്കേപ്പിംഗ് പ്ലാന്റ് ആയിക്കോട്ടെ, ഫ്രൂട്ട്സ് പ്ലാന്റ് ആയിക്കോട്ടെ, ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആയിക്കോട്ടെ, നമ്മളെ നഴ്സറിയിൽ ഏതൊക്കെ പ്ലാന്റ്സ് ആണ് അതിൻ്റെയൊക്കെ വില വിവരണം കൃത്യമായിട്ട് അതിൻ്റെ ഓരോ സൈസും നമ്മൾ, അതേപോലെ തന്നെ അതിൻ്റെ ഡെലിവറി കാര്യങ്ങൾ, പരിചരണം എല്ലാം നമ്മൾ അതിൽ ഓരോ വീഡിയോ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ ഒരു പ്രത്യേകത നമ്മളെപ്പോഴും പറയാനുള്ളതാണ്, 100% നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ്. നമ്മളെല്ലാത്തിൻ്റെ റേറ്റ് പറയുന്നുണ്ട്. ജംബോ സൈസ് പ്ലാന്റ്സുകൾ ഒത്തിരി സ്റ്റോക്ക് ഉണ്ട്, നിങ്ങളാരും നിരാശരാവേണ്ട. ഇവിടെ വന്ന്
വന്ന് ചെടി എടുക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. കാരണം എല്ലാ ദിവസവും നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരുന്ന കസ്റ്റമർ, പ്രത്യേകിച്ച് ദൂര സ്ഥലങ്ങളിൽ, അതായത് തിരുവനന്തപുരം, അതേപോലെ തന്നെ കൊല്ലം, കോട്ടയം, ഹരിപ്പാട് നിന്നൊക്കെ ഇന്നലെ നമുക്ക് ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. വളരെ നന്ദിയുണ്ട്. കാരണം ഒരുപാട് ചെടികൾ അവർ ഓർഡർ ചെയ്ത് പോയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ പെരിന്തൽമണ്ണ ഭാഗത്താണ് നമുക്ക് കൂടുതൽ, പെരിന്തൽമണ്ണ, മണ്ണാർക്കാട് ആ ഏരിയയിൽ, പിന്നെ അതേപോലെ പട്ടാമ്പി, കാലിക്കറ്റ്, കണ്ണൂർക്കൊക്കെ നമുക്ക് ഇനി ഉടൻ തന്നെ ഡെലിവറി ഉണ്ട് കേട്ടോ. കണ്ണൂരുള്ളവരൊക്കെ കോൺടാക്ട് ചെയ്തോളൂ. കണ്ണൂർക്കൊക്കെ ഡെലിവറി വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും, കേരളത്തിലുള്ള എല്ലാ സ്ഥലത്തേക്കും, 2 ജില്ല ഒഴികെ, വയനാട് ഹൈ റേഞ്ച് ജില്ല 2 എണ്ണം, അതായത് വയനാടും ഇടുക്കി ഒഴികെ ബാക്കി എല്ലാ സ്ഥലത്തേക്കും നമ്മൾ ഡെലിവറി കൊടുക്കുന്നുണ്ട്. കാരണം ആരും തെറ്റിദ്ധരിക്കേണ്ട, കാരണം നമുക്കവിടെ പോയി കഴിഞ്ഞാൽ ഈ ചുരക്ക് കയറി ഇറങ്ങുമ്പോൾ വളരെയധികം ടൈം എടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ ബ്ലോക്കൊക്കെ വരുന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് ഡെലിവറി കൊടുക്കാത്തത്. അപ്പോൾ നാഷണൽ ഹൈവേയിൽ എല്ലാവർക്കും നമുക്ക് ഡെലിവറി തരാൻ പറ്റും. തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം. 100% വളരെ സന്തോഷത്തോടു കൂടി നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ ഒന്ന് ചെടി പർച്ചേസ് ചെയ്യാം. പിന്നെ കൂടാതെ തന്നെ നമ്മുടെ വലിയൊരു ഡിസ്കൗണ്ട് സെയിലൊക്കെ നമുക്ക് വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഞാറ്റുവേല തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ഒരു ഗീവ് അവേ ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ചാനൽ എല്ലാവരും ഫോളോ ചെയ്യുക. അതേപോലെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് കൂടെ ഫോളോ ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.